ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് അറ്റ് വെൽനസ്. ഇന്ന് നമുക്ക് ക്രോഷ്യ വെച്ച് ഇതുപോലൊരു മിനി വാലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന്. യൂസ് ചെയ്യുന്ന വൈറ്റ് ത്രെഡാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ അകത്തുനിന്ന് വേണം കേട്ടോ ത്രെഡ് വലിച്ചെടുക്കാൻ. ഞാനത് ഈ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, എന്നിട്ട് ചെയിൻ ചെയ്ത് കൊടുക്കുക. എൻ്റെ രൂഹം ശരിയാണെങ്കിൽ 72 ചെയിൻസ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ട അത്ര സൈസിനനുസരിച്ച് ചെയ്താൽ മതി. ചെറിയ ചെയിൻ ചെയ്താണ് എടുക്കുന്നതെങ്കിൽ കുഞ്ഞ് വാലറ്റ് ആയിരിക്കും ഞാൻ ബ്ലാക്ക് കളറുള്ള പോലെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ചെയിൻ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ലെമൺ പീൽ സ്റ്റിച്ചാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ലെമൺ പീൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ സിംഗിൾ ക്രോഷ്യ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ട് ഈ ഒരു സ്ലീവ് ഞാൻ ചെയ്തേക്കുന്നത് ലെമൺ പീൽ സ്റ്റിച്ചാണ്. അതേപോലെയാണ് ചെയ്തു പോകുന്നത്. എൻ്റെ രൂഹം കുറേ ആയി വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നു 72 സ്റ്റിച്ചസ് ആണ് ഞാൻ ഇപ്പോൾ ഇതിലെടുത്തത്. ഇനി ഞാൻ ഇതുപോലെ നെക്സ്റ്റ് ടൈം ഒരു തവണ ചെയിൻ ചെയ്തെടുക്കും. പിന്നെ ഒരു 12 റോസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഇതേപോലെ തിരിച്ച് പിടിച്ചിട്ട് മുകളിലോട്ട് ചെയിൻ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. മുകളിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴെ ചെയ്തതിലും ഒരു 3-4 സ്റ്റിച്ച് കൂട്ടിയിടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ലുക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്ഷൻ ആയിട്ട് നമുക്കത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സെയിം വേ എന്ത് ചെയ്യുക, ലെമൺ പീൽ സ്റ്റിച്ച് കൊടുക്കുക, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, അങ്ങനെ. പിന്നെ ടേൺ ചെയ്യാൻ മറക്കരുത്. അത് ഞാൻ 10 റോസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടോ, ഇതേപോലെ. എന്നിട്ട് സൈഡ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുത്താൽ മതി. സൈഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് നേരത്തെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേപോലെ നമ്മൾ നോർമലി സ്യൂ ചെയ്യുന്ന പോലെ മടക്കിയിട്ട് ഇങ്ങനെ സ്യൂ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട്, സോറി. ഇതുപോലെ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ സൈഡ് കോർണേഴ്സ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു സൈസ് കുറച്ച് കൂടാൻ വേണ്ടി മെഷ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലാസ്റ്റ് ഓവറായെന്ന് എനിക്ക് തോന്നിയായിരുന്നു. എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം. ഒരു ബട്ടണും കൂടി ഫിറ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബുദ്ധിമുട്ടരാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തിരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഞെക്കിയാൽ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കേട്ടത്തുള്ളൂ. അപ്പോൾ ബൈ ബൈ.